പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് ഒരു വൈറൽ ഐറ്റം റെഡിയാക്കി എടുത്താലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയാണ് കേട്ടോ പുഴുങ്ങി എടുത്തിട്ടുള്ളത്. അതിൻ്റെ മഞ്ഞക്കരു നമുക്ക് വേണ്ട. മഞ്ഞക്കരു ഉണ്ടായാലേ ഈ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റത്തിന് ഒരു മഞ്ഞ കളറിൽ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മഞ്ഞക്കരു നമുക്കങ്ങ് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. 4 പീസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ആയിട്ടേ കിട്ടിയല്ലോ എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. അതേ, നമ്മൾ മുട്ട വെച്ചിട്ടുള്ള മയോണൈസാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്, പുഴുങ്ങിയ മുട്ട വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ പച്ചമുട്ട കഴിക്കുന്ന ആ ഒരു ഫീൽ ആർക്കും വേണ്ട. അങ്ങനെ പച്ചമുട്ട വെച്ചിട്ടുള്ള മയോണൈസ് കഴിക്കാൻ ചിലർക്കൊക്കെ മടി ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും 2 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂണ് വിനാഗിരിയും 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാട്ടോ ചേർത്തിട്ടുള്ളത്. ഈ ഒരു മയോണൈസിൻ്റെ പ്രത്യേകത ഓയിൽ കുറച്ച് മതി, 1 ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ച്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള, നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള മയോണൈസ് തന്നെ ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്താലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്